ദൈവം
കാണുന്നവൻ പരസ്പര ശൈലിയെ സന്തോഷാപൂർവ്വം അന്യം ചെയ്യുകയും ഐക്യമതിയും ചെയ്യണമേ. ഇവരുടെ വിവാഹം സകലമാലിന്യങ്ങളും
സന്തോഷമിരിക്കുന്ന സ്വർഗീയമാവിലേക്ക് ോടെ കൂട്ടത്തെയും ഭാവങ്ങളും മനസ്സുകളും മാലിന്യങ്ങളും പ്രമാദങ്ങളും സ്നേഹത്തോടെ സ്വന്തരാക്കിവണമേ. നിന്നെ വാഴ്ത്തുകയും തിരുമ്പാന്നെ നിന്റെ പിതാവിനെ വിശുദ്ധനെ സ്തുതിക്കുകയുമാറാകണമേ. ഓശോ സാക്ഷാത്മണവാളനായുള്ളവനെ തിരുമുൻപാകൃതനായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പര വിവാഹം നിശ്ചയിക്കപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായതിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. Oh, so
നൽകുമ്പോൾ പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മസിഹാമൂലം പൂർത്തീകരിച്ച ദൈവത്തമ്പുരാൻ പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ മക്കളെ സത്യത്തിനും നീതിയും സമ്പൂർണ്ണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നൽകുകയും പരിഭാവകാരിവരെ അനുകരിക്കുകയും വിനയത്താലിവരെ ശ്രേഷ്ഠാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് ഇവരെ പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവം തമ്പുരാൻ സമ്മതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവർ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കട്ടെ. സുരഭിതമായ ശിശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സമ്മതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാദത്തിന്റെ നമ്മുടെ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളും അങ്ങയുടെ ദാസീദാസന്മാരുമാവുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിക്കുന്ന സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തിവാദ സമ്പാദ്യവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുദ്ധനായി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളോ അനുഗ്രഹങ്ങളോ സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയ ശ്രീകായാലെയും മണവാളനെയും മണവാട്ടിയെയും നീ കാത്തുകൊള്ളണമേ. ഞാൻ പിതാവ് പരിശുദ്ധരൂപായമായവേ, ഞങ്ങളെല്ലാവരുടെയും രക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. ഈ സാക്ഷ്യത്തിനായി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 40, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ എന്നുള്ള കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ദുഷ്ടനിൽ നിന്നുള്ള സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വലിയ നാമത്തിന് ഓർക്കുന്നുണ്ട്. ഇങ്ങനെയായ കുറച്ച് പ്രഭാഷണങ്ങളെ പ്രിയപ്പെട്ട പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒന്നിനായ പ്രൊഫസർ കുടുംബങ്ങളുടെ ശുശ്രൂഷകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങളിലാണ് നമ്മൾ ഇന്ന് പങ്കെടുക്കുന്നത്. പല ചടങ്ങുകളൊക്കെ നമ്മൾ പങ്കെടുക്കും. പക്ഷേ ഇത്രയും ഒരുക്കത്തോട്
പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് വിവാഹ കൂതാശ. അവിടെ കടന്നു വരുന്നവരെല്ലാം ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറം സ്നേഹത്തിൻ്റെ ഭാഷയും ദൈവത്തിൻ്റെ ആലയത്തിൽ കൂടി വന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ഉള്ളിൽ നിന്ന് ഉയരുന്നത് ഒറ്റ കാര്യമുള്ളൂ. ഈ ഭൂമിയിൽ ഒത്തിരി പേര് കുറവായിട്ട് ജീവിക്കുന്നുണ്ട്. അതെല്ലാം കണ്ണും കേട്ടി ജീവിച്ചുമൊക്കെ ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അതിനിടയിൽ കുഞ്ഞുങ്ങളാകുന്ന ഒരു കുടുംബമാകുമ്പോൾ തമ്പുരാനെ ഈ മക്കൾ ഏറ്റവും ധന്യരായ തലമുറകൾക്ക് മാതൃകയുള്ളവരായി ഇവർ വളർന്നു വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ ഉള്ളത്. പാലിക്കാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും ഞാൻ പ്രത്യേകം ചോദിക്കുകയാണ്. ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണ് ഇതെല്ലാം ഇഷ്ടമായിട്ടാണ് താല്പര്യമായിട്ടാണ്? അതെ, ആരും നിർബന്ധിച്ചുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾ അച്ഛന്മാരെ നിർബന്ധിച്ചില്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ നാട്ടുകാരുടെ അനുഗ്രഹത്തോടെ കുടുംബാംഗങ്ങളുടെ പള്ളിക്കാരെ ഒക്കെ കരുതലോടെ ഇപ്പോൾ ദൈവത്തിന് പാടെടുത്തുകൊണ്ട് കുടുംബാംഗങ്ങൾ നിശ്ചയിച്ച വിവാഹ നിശ്ചയം നടന്നു. അതിനെ ഇപ്പോൾ മോതിരം അണിയിച്ചുകൊണ്ട് സഭ അംഗീകരിച്ചു. ഇനിയുള്ളത് വിവാഹ കൂതാശയാണ്. വിവാഹ കൂതാശ കഴിയുമ്പോൾ നമുക്കൊന്നും എനിക്ക് ഓർപ്പിക്കാനുള്ളത് ഞങ്ങൾ കണ്ടുവരുന്ന കുടുംബജീവനൊന്നും അത്ര സുഖകരമല്ല. കെട്ടിച്ചപ്പെടണം നല്ലതാണ്, തുടക്കവും നല്ലതാണ്. പക്ഷേ പലരുടെ ഒടുക്കം നല്ലതാണ്, സങ്കടം. അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാരായിട്ട് നിർബന്ധിക്കാണ് നിങ്ങളെ കെട്ടിക്കുന്നത്. നിങ്ങളെ കെട്ടിക്കുന്നതിൻ്റെ കാരണത്തിൽ ഞങ്ങൾ വഹിക്കുന്നു. പക്ഷേ ദൈവം തമ്പുരാണ് കെട്ടിച്ചെന്ന് മറന്നു പോകുന്നത്. അച്ഛൻ കെട്ടിച്ചതിനെ പാസ്റ്റർ പൊട്ടിക്കാൻ ഇടവരുത്തരുത്. ഇത് ശക്തമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. സഭയ്ക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ ഈ കടന്നു വന്നിരിക്കുന്നവർക്ക് എല്ലാവരും അഭിമാനിക്കാവുന്ന രീതിയിൽ നിങ്ങൾ വളർന്നു വരികയാണെങ്കിൽ ഞങ്ങൾ മാത്രമല്ല സ്വത്വവും സന്തോഷിക്കും എന്ന് സ്നേഹപ്പെടുവാണ്. മക്കളെ, നിങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ മോളാണെങ്കിൽ വളരെ പാടുപെട്ടാണ്. എനിക്കൊന്ന് സാരി കൊടുത്ത് ആദ്യമായിട്ടാണ് എന്തുമായിട്ട് പള്ളിക്കാരൻ്റെ കയറി വലിയ നൊപ്പറാൾക്കാണ്. വളരെ ഒരു പേടിച്ച മുഖത്തോടുകൂടി ഇവിടെ വരുന്നതാണ്. ഇന്നലെ വരെ ഈ പള്ളി തുറന്നതോടുകൂടി നടന്ന ഈ കൊച്ചൻ മണവാളൻ ഇവരെന്ത് പാടുപെട്ടെന്നറിയാമോ നിങ്ങൾക്ക് നടന്നെത്തിയത്? എന്താ കാരണം? അവരുടെ വിവാഹം ഒരു വലിയ കാര്യം അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകും. അതുകൊണ്ട് ആ ഒരു ഭയത്തോടും വിറയലോടും കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി നിങ്ങളെ രണ്ടുപേരെയും ശുശ്രൂഷയൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങളെ മാതാപിതാക്കളും പിടിച്ചുകൊണ്ട് വരുമ്പോൾ കൊണ്ട് പോകുന്നു വേണ്ടല്ലേ? നിങ്ങളെങ്ങനെയായിരിക്കും ഇറങ്ങി പോകുന്നത്? എനിക്ക് അത്ഭുതമാണ്. ഇങ്ങോട്ട് വന്നവരുന്നല്ല അങ്ങോട്ട് പോകുന്നത്. നമ്മളെല്ലാം ഇതൊക്കെ മറന്നു പോകും. പിന്നെ ഇവരെല്ലാം കൂടെ പോക്കണം അല്ലേ? അത് കാണാൻ നമ്മളിരിക്കുന്നത്. അവിടെയാണ് ഒരു വലിയ രഹസ്യം, ദൈവം സംയോജിപ്പിച്ച ഒരു രഹസ്യം. അതിനെ മനുഷ്യൻ വേർതിരിക്കാൻ ഇടപെടില്ല. പിന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ വരുന്നില്ല. കാരണം കൗൺസിലിനും ഉപകാരം ഉപദേശങ്ങളും കേട്ട് മടുത്ത് നിങ്ങൾക്ക് എന്നും വൈകിട്ട് പരസ്പരം ചോദിക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇന്ന് ആരെയാണ് കൂടുതൽ സ്നേഹിച്ചത്? നീ എന്നെയാണോ ഞാൻ തന്നെയാണോ? അതിനൊരു മത്സരം ഉണ്ടാകും. അങ്ങനെയാണ് ഈ പറഞ്ഞത്, സ്നേഹാഗ്നി കൊണ്ട് നിറയുക. ഒരായുസ് മുഴുവൻ ഞാനും അങ്ങീരുമല്ല, ഞങ്ങൾ ഒരായുസ് മുഴുവൻ തമ്പുരാൻ കൽപ്പിച്ചത്തോളം കാലം സ്നേഹം കൊണ്ട് തീ കത്തിച്ച് ജീവിച്ചു. കെട്ടുപോയ ജീവിതമല്ല, തീ കത്തുന്ന ഒരു ജീവിതം. ആ ജീവിതമാണ് ദൈവം നിങ്ങളെ കൊണ്ടാക്കുന്നത്. നിങ്ങൾ നേടിക്കൊടുക്കണം തമ്പുരാൻ. മാതാപിതാക്കളോട് ഒരുപാട് ഇവർ പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളാണ്, കൊച്ചു പിള്ളേരൊന്നുമല്ല. അവരെ കല്യാണം കഴിപ്പിച്ചു, ഞാൻ ജീവിച്ചു. അവരുടെ ജീവിതത്തിനകത്തോട്ട് കയറി ഇവരെ ജീവിതം പഠിപ്പിക്കാനൊക്കെ മാതാപിതാക്കൾ കേട്ടിട്ട് പലയിടത്തും കാണുമെന്നതൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മാതാപിതാക്കളോട് ഒരു ഉപദേശം പറയാനുള്ളത്, ഈ കൊച്ചുങ്ങളെ നമ്മൾ ഒന്നാക്കിയപ്പോൾ അവരെ ജീവിക്കാൻ അനുവദിക്കുക. അവർ ജീവിക്കട്ടെ. തിരുത്തേണ്ടുന്ന അവസരമുണ്ടെങ്കിൽ മാത്രം തിരുത്താൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഇനി അവർക്ക് മുമ്പോട്ട് കാണുന്ന അതേ ആഴത്തിൽ ഇച്ചിരി ആഴത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. രണ്ടുപേരും ഏകദേശം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? തിരി കാണുമ്പോഴേ നമുക്കങ്ങനെ താല്പര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് വായിക്കാറില്ല. ഞങ്ങളുടെ കുടുംബജീവിതം തുടങ്ങുന്നതോടുകൂടി ഉൽപ്പത്തി ആരംഭിച്ചു എന്ന് കണ്ടുകൊണ്ട് ഉൽപ്പത്തി പുസ്തകന്മാർ രണ്ടുപേരും വായിക്കുക, വെളിപാട് പുസ്തകം വരെ മുഴുവൻ വായിച്ചു തീർക്കുക. അപ്പോൾ ഉത്തമ സന്താനങ്ങളെ തമ്പുരാൻ നിങ്ങൾക്ക് നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. അകത്തേക്ക് പ്രാർത്ഥിക്കുക. ഏറ്റവും അവസാനമായി ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു വില്ലനുണ്ട്. കുടുംബങ്ങളെ തകർക്കുന്ന ഒരു മൊബൈൽ ഫോൺ. ഭാര്യയുടെ മൊബൈൽ ലോക്ക് ഭർത്താവിനെ അറിയത്തില്ല.
ഭർത്താവിൻ്റെ മൊബൈലിൻ്റെ ലോക്ക് ഭാര്യയ്ക്ക് അറിയത്തില്ല. പിന്നെ എങ്ങനെ ഒന്നാവുന്നത്? നിങ്ങൾക്കൊരു കഥ വേണ്ട. രണ്ടുപേർക്കും ഒത്തിരി ഫ്രണ്ട്സ് കാണും. എനിക്കും ഒരുപാട് കേട്ടോ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. കണ്ടിട്ടില്ലാത്ത ഫ്രണ്ട്സ് വരെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷെ അതൊന്നോർത്ത് നിങ്ങൾക്ക് കുടുംബജീവിതം ആരംഭിക്കുകയാണ്. രണ്ടുപേർക്കുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുപോലെ വിളിക്കുകയും പറയുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്ന ഫ്രണ്ട്സിനെ മാത്രം നിലനിർത്തുക. ബാക്കിയുള്ളവരൊക്കെ ഡിലീറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗ് രംഗത്ത് പലപ്പോഴും ഞങ്ങൾ കാണുന്നത് കുടുംബങ്ങളൊക്കെ ഡിവോഴ്സിന് മൂവിലും മാനസികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിലും. അതുകൊണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ എനിക്ക് ദൈവം തന്നെ എൻ്റെ ചായ അല്ലേ, അച്ചായനൊന്നും വിളിച്ചാൽ കണ്ടോ വേറെ നിൻ്റെ വിളിക്കും. അങ്ങനെ തന്നെ ഉള്ളപ്പോൾ വേണം വിളിച്ചു ഒരാശ്വാസത്തിൽ. പക്ഷേ നാട്ടുകാരെ വിളിക്കുക ഉള്ള കാര്യങ്ങൾ പറയരുത്. അച്ഛൻ കളവനായപ്പോൾ അച്ഛനങ്ങനെ പറയും. പക്ഷേ എനിക്ക് ശിവം നോക്കിക്കാൻ അതൊക്കെ വിളിക്കാനായി ഇഷ്ടമൊന്നും വേണം അല്ലേ. ഒരു ബഹുമാനം ഭർത്താവിന് കൊടുക്കണം. എന്താണെങ്കിലും കുടുംബത്തിൻ്റെ നാഥനായ നിൻ്റെ നാഥനായ നിനക്ക് ആൾക്കാരുള്ളതെല്ലാം ഈ ഭാര്യയാണ് അല്ലേ. പരസ്പരം ഒരു ബഹുമാനത്തോടുകൂടി സംസാരിക്കുവാനും വിളിക്കുവാനും സ്നേഹം പങ്കിടുവാനും അങ്ങനെ ധന്യരായി ജീവിക്കുമ്പോൾ ചില പോരായ്മകളൊക്കെ ഉണ്ടാവാം, കുറവുകളുണ്ടാവാം. ചിലപ്പോൾ ചില ആഗ്രഹങ്ങൾ നടക്കാതെ വന്നേക്കാം. രണ്ട് പേരും കൂടെ ആലോചിച്ച് നമ്മളെ കൊണ്ടാവുന്ന ആഗ്രഹങ്ങളൊക്കെ മതി, ഇതിനപ്പുറത്തേക്ക് പോകണ്ട എന്ന് ചിന്തിച്ച് ധന്യമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ പ്രാർത്ഥിക്കുക. ഞങ്ങൾ അച്ഛന്മാരിലേക്ക് കടന്നു വന്നിരിക്കുന്നവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനായ മാവാട്ടിയുടെ ബന്ധുക്കൂടിയായ രജിച്ചനുണ്ട്. അച്ഛനും മോപ്പോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് കടന്നു വന്നിരിക്കും ഞങ്ങളോടൊപ്പം. ഇനി എനിക്ക് അവസാനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ഉള്ളതുണ്ട്. ഇനി നടക്കുന്ന ശുശ്രൂഷയാണ്. ഞാൻ അങ്ങനെ നടന്നത് തമ്പുരാൻ. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു കിരീട വാഴവുണ്ട്. ആ കിരീട വാഴ ഉയർത്താൻ ഞങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നാക്കി തീർക്കുന്നു. നടത്താൻ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം അത് തീക്കളിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ കളിയാണ് ഞങ്ങൾക്ക് പേടിയാണ്. എൻ്റെ മക്കളെ കുമ്പസാരത്തിന് കുർബാന കൊണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഇനി കയറി എഴുന്നേറ്റ് ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ഉള്ളിൽ ഊനമില്ലാതെ ഒന്നായി തീരുവാൻ ഞങ്ങൾക്ക് അവസരം തന്നെ. അറിവുകൂടാതെ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ ക്ഷമിക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഊനമില്ലാത്തവരായി ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് അവരൊന്നായിത്തീരുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ നമുക്ക് ദർശിക്കാം. അത് നമുക്ക് പങ്കാളികളാകാം. കിരീടം വായിക്കുമ്പോൾ മാത്രം നിങ്ങൾ തലയുടെ മുമ്പിട്ട് കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുക. കാരണം നിങ്ങളിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിക്കുന്നത്. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ടെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് കയറുകയാണ്. ദൈവം നിങ്ങളെ ഒന്നാക്കുന്നു. ഈ തമ്പുരാൻ നോക്കുമ്പോൾ നിങ്ങളെ ചൊല്ലി ഒരുപാട് ദുഃഖിക്കാനുള്ളത്. എപ്പോഴും ദൈവം സന്തോഷിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്ന ഒരു കുടുംബജീവിതം നിങ്ങളിൽ നിന്ന് ഞങ്ങളും ദൈവവും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്കൊപ്പം വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഞങ്ങളോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ ശാന്തമായി മറ്റ് പെരുമെടുക്കലുകളൊന്നും കൂടാതെ പങ്കെടുത്ത് അനുഗ്രഹിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. പന്നിരായ വൈദിക സ്ഥലത്തിലൂടെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ നന്മകളും ആശംസകളും തീരുന്നു. ദൈവം അനുഗ്രഹിക്കും. ഈ മക്കളെ കഴിഞ്ഞ് ആരാത്തോളം നിൽക്കുന്ന ഈ പൂക്കളൊന്നും കസേരയിൽ അവരുടെ കൂട്ടിലും വിഷയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിലനിൽക്കുന്നില്ലേ വിശുദ്ധാത്മാവും Amen.
നിന്റെ ദാനങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദിവ്യകരണമേ പിതാവിന്റെ സർവ്വഹായമായുള്ളവേ സന്തോഷോല്ലാസത്തോടെ
പ്രലോഭമാകുന്നതും ആരെ തീരുവാനുള്ള സകലയാത്രയെ കാണിക്കുന്നതും ഇവിടെ നിന്റെ പരസ്പരം ശത്രുക്കളെ കർത്താവേ എന്റെ കർത്തൃത്വത്തെ വെള്ളത്തെ ശ്രേഷ്ഠമായ മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധാപരിപേക്ഷത്തിൽ മുൻപാകെ തലകുറിച്ച ഈ ദാസരെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ പ്രകൃതിയുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മടമറയിൽ ഇവരെ സമർപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ബലിദാനം ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഇവരും നിന്റെ വലതുഭാഗം നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിന്റെ പിതാവും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. സഭ
സഹോദരികളോട് അപേക്ഷയുണ്ട്. പള്ളിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങൾ അവിടെ അവർക്ക് തന്നെ നിലനിൽക്കാൻ വേണ്ടി അവിടുന്ന് അവിടെ നിൽക്കാതെ അത് ശുഭ്രത കണ്ടില്ല. അവിടെ നിൽക്കുന്ന സഹോദരികളോട് വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്. അവിടെ നിൽക്കുന്നത് നിങ്ങളൊന്ന് മാറട്ടെ. ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാക്ക്
പുരുഷന്മാരുടെ ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ തിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരുടെ ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടാവ് പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിലും ഒരു ശരീരമായി തീരുകയും കത്തിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അവയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. കുറേശ്വരത്തിനാണുള്ളവരെങ്കിൽ മോചനപത്രം കൊടുത്തവളെ തിരിച്ചുവിടുവാൻ മോശമെത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞത്, മോശ നിങ്ങളുടെ ഹൃദയക്കാട്ടിന്റെ നിമിത്തം ഭാര്യമാരെ തിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല എന്ന് നിങ്ങളോട് പറയുന്നു. വിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും അപ്രകാരം തന്നെ. ശിഷ്യന്മാരെ ശൂദ്രനോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ത്രീവിധത്തിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അതിനെ ശൂദ്രൻ വരം ലഭിച്ചതെന്നാൽ വചനം ഗ്രഹിക്കുന്നില്ല. ഇതുകൊണ്ടെന്നാൽ ക്ഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ക്ഷണന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തിൽ തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് കൽപ്പിച്ചറിയി ചെയ്തു. പരിശുദ്ധ യോജിക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു.
സന്നിധിക്കെതിരായി അജയമായ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടത് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയമണമാണ് യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിഹാന്റെ സഭയിൽ എന്നപോലെ നിങ്ങൾ അനുഗ്രഹിക്കും സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതീവെന്ന് നിങ്ങളിൽ ആവശ്യത്തിന്റെ ബുദ്ധിമുട്ടുള്ള നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്ന ആകൽമസായുടെ വഴിയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും
യാക്കോബിലും യാക്കോബിലും സന്തോഷിക്കപ്പെട്ടവർ നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവിനുമാറാകട്ടെ. ദൈവലോകവും മക്കൾക്കുമായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് വലിയ ഭൂമിയിൽ ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവത്തിനെ സഹായിക്കുന്നു പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ ഔസേപ്പിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമായിരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും നാം വിലഹിതരായ നിങ്ങളുടെ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേലിലേക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാവരും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കി ആ ഭാവികയോടെ നിങ്ങളുടെ കടകളും ഭാവവും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലുതുവാദത്തെ കടമയെ പോലെ അനുതാപത്താളുകളും സ്വർഗരാജ്യ അവകാശങ്ങളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിൽ ഉടമ്പടി ചെയ്യുവാനായി സീനായി വരെ വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധവും സ്തുതിയെല്ലാം വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻനിൽക്കുന്നവർ സത്യത്തിലും സൽപ്രവൃത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധാത്മാക്കന്മാരിൽ നാം പ്രാർത്ഥിക്കുകയും ബഹുമാന്യരായ പൂർവ്വന്മാർ നമ്മെ ഫലമെത്തിക്കുകയുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവായ യേശുവിന്റെ സിംഹാസനമായ ദൈവാദേശത്തെ ശ്രീവാഴയുള്ള ഏവരുടെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയവിചാരങ്ങളുടെ സന്നിധിയിലാകുന്നു അറിയാത്തവരുടെ മുമ്പാകെ എല്ലാം നിൽക്കുന്നത്. ഇതായി സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരണമിരിക്കുന്നു. നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. ദൈവവിരുദ്ധമായ ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരനും ക്ഷമാസന്മാരും വിശ്വാസികളായ ജനത്തിനും മണവാട്ടികളും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹം സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹിതയായ മാതാവും ദൈവജനന്യമായ മധ്യപ്രയാവുടെയും
നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങൾ ആവശ്യിക്കുവാനാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്ന സ്വന്തം ആളുകളുടെ ഭക്താവിനെ സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നമ്മളെ പ്രീതിപ്പെടുത്തുകയും അവരോട് ദൈവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവർ ലഭിക്കാൻ നൽകണം. Oh
ഒരിക്കൽ കൂടെ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ മൗലികമായ ആത്മദാശയുടെ പ്രധാന കാര്യത്വം വഹിക്കാത്ത കൊള്ളണം എനിക്ക് അനുവാദം തന്ന ഒന്നിനായ വികാരിച്ചനോടും ഇവിടെ ചേർന്ന് നിന്നുകൊണ്ട് ധന്യമാക്കിയ ക്രിസ്തുപാച്ചന്മാരോടും പ്രിയപ്പെട്ട ചേച്ചിനോടും ഒക്കെയുള്ള സ്നേഹവും നന്ദിയും അറിയും. ഈ ലിപിൻ്റെ വല്യപ്പൻ ഞാനും ഒക്കെ ബാല്യത്തിൽ ഒരുമിച്ച് വളർന്നവരാണ്, സഹോദരങ്ങളാണ്. അവരൊക്കെ കടന്നുപോയവരൊക്കെ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നു. ദാഹന്മാരെ നിമിഷം ദിവസങ്ങളിൽ ഓർക്കുമ്പോൾ അവിടെയൊക്കെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും മക്കൾക്ക് കാവലും കോട്ടയമായിരിക്കട്ടെ എന്ന് കൃത്യമായി പ്രാർത്ഥിക്കും. ഈ മകൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷിക്കുകയും ആ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുകയായി ജീവിക്കാൻ കൊള്ളണം എന്നവരടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെടുത്തതിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ ഇടയവരായ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവത്തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ദൈവമായ കർത്താവ് സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകാൻ നല്ലൊരു ക്രിസ്തീയ കുടുംബജീവിതത്തിന് ഈ പ്രിയപ്പെട്ട മക്കളെ യോഗ്യരാക്കി തീർക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൃകൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവും സമ്മതവും ആവാസവും നാം എല്ലാവരോടും കൂടെ എന്നാളുണ്ടായിരിക്കുമാറാകട്ടെ.